അവിടെ ഡി കെ ശിവകുമാറിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിജയിച്ചു വരാൻ കോൺഗ്രസിനാവില്ല. ഒരു പാൻ കർണാടക ലെവലിൽ തന്നെയുണ്ട്. അതേപോലെ പ്രശസ്തനും അക്സെപ്റ്റബിളുമാണ് സിദ്ധാരാമയ്യ. ഗ്വാളിയർ മേഖല, ആ ഗുണ മേഖല, ഇവിടെയൊക്കെ വലിയ സ്വാധീനമുള്ള, മധ്യപ്രദേശിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ ഉഗ്രൻ സ്വാധീനമുള്ള രാജകുടുംബാംഗമായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയെ, ഒരു വലിയ സ്വർണ്ണമുട്ടയിരുന്ന ധാരാവിനെയൊക്കെ കളയുക എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. സച്ചിൻ പൈലറ്റിനെ ഇപ്പോൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്ന് മാത്രം രാജസ്ഥാനിൽ. എനിക്ക് നിവൃത്തിയില്ല, എനിക്ക് BJP-യിൽ പോയേ പറ്റൂ, എനിക്ക് ജീവിച്ചു പോകണം. ഒരു മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് പറഞ്ഞതെന്ന് ഓർക്കണം. അതുപോലെ ഡി കെ ശിവകുമാർ കണ്ണീരോടുകൂടി BJP-യിലേക്ക് പോകേണ്ട അവസ്ഥ കോൺഗ്രസ്സുകാർ തന്നെ വരുത്തി വയ്ക്കുമോ? ഇതാണ് ചോദ്യം. BJP-യുടെ വളർച്ച വോട്ട് ചോരി മാത്രം കൊണ്ടല്ല, അത് കോൺഗ്രസിൻ്റെ ആരോപണമാണ്. മറുപക്ഷത്തെ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ്, സോഷ്യൽ എഞ്ചിനീയറിംഗ്, all kinds of engineering in action in BJP camp. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കർണാടക കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. അതൊരു പൊട്ടിത്തെറിയിലേക്കാണോ പോകുന്നത് എന്ന സംശയമുയർന്നിരിക്കുകയാണ്. എന്തെന്നാൽ കർണാടകയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്. മുഖ്യമന്ത്രി പദത്തിലേക്ക് സിദ്ധരാമയ്യയെ പ്രതിഷ്ഠിക്കുമ്പോൾ 2.5 വർഷത്തിന് ശേഷം തനിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള അവസരം നൽകാമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉറപ്പ് നൽകിയിരുന്നു എന്ന് ഡി കെ ശിവകുമാർ പറയുകയാണ്. നമുക്കറിയാം, ഡി കെ ശിവകുമാർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഹെവി വെയ്റ്റ് ഫൈറ്ററാണ്. ഇന്ന് മുന്നിൽ നിർത്തി ഏതൊരു പോരിനും കോൺഗ്രസിന് ഇറങ്ങാൻ സാധിക്കുന്ന നേതാവ്. അദ്ദേഹം ഒരു ക്രൈസിസ് മാനേജറാണ്, ഫണ്ട് റൈസറാണ്, വലിയൊരു സംഘാടകനുമാണ്. അത്തരത്തിലൊരു നേതാവ് ഈ ഒരു ക്ലെയിം ഉന്നയിക്കുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വം ഏത് തരത്തിലായിരിക്കും ഹാൻഡിൽ ചെയ്യുക? ഈ പ്രശ്നം വഷളായി പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമോ? എന്താണ് കോൺഗ്രസ് കർണാടകത്തിൽ പയറ്റാൻ പോകുന്ന അടുത്ത തന്ത്രം? പരിശോധിക്കാൻ നമുക്ക് നമ്മോടൊപ്പം ചേരിക്കേണ്ട രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഡി കെ ശിവകുമാർ ഇൻഡയറക്റ്റായി ഹൈക്കമാൻഡിന് ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, വാക്ക് പാലിക്കാനുള്ളതാണ് എന്ന്. ഈ പ്രശ്നം എവിടേക്കാണ് പോകുന്നതെന്നാണ് അങ്ങ് കരുതുന്നത്? കോൺഗ്രസിൻ്റെ അവശേഷിക്കുന്ന ഒറ്റപ്പെട്ട തുരുത്തുകൾ മരുഭൂമിയിൽ മരുപ്പച്ച പോലെ തിളങ്ങി നിൽക്കുന്ന 3 സംസ്ഥാനങ്ങൾ, കർണാടക, അതുപോലെ പിന്നെ തെലുങ്കാന ആൻഡ് ഹിമാചൽ പ്രദേശ്. അതിൽ കർണാടകയാണ് ഉള്ളതിൽ മേജർ സംസ്ഥാനം. അവിടെ BJP ലേശം ദുർബലമായതുകൊണ്ട് മാത്രമാണ് കറപ്ഷൻ ചാർജസ് BJP നേതാക്കൾക്കെതിരെ, യെദ്യൂരപ്പയ്ക്കെതിരെ ഉൾപ്പെടെ വന്നതുകൊണ്ടും കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തി പൂർണ്ണമായി ശിവകുമാറിലൂടെ ഉൾപ്പെടെ വെളിപ്പെട്ടതുകൊണ്ടുമാണ് 2.5 വർഷം മുൻപ് കോൺഗ്രസിനെ കർണാടക പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. ആ കർണാടക നിലനിർത്തണമെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ യോജിച്ച് പ്രവർത്തിച്ചേ മതിയാവൂ. ഇവിടെ 2 പ്രധാന നേതാക്കളാണല്ലോ. സിദ്ധാരാമയ്യ മുൻപ് ജനതാദളിൽ ഉണ്ടായിരുന്ന, പിന്നീട് പല പാർട്ടികൾ മാറി കോൺഗ്രസിൽ ഇപ്പോൾ അടിയുറച്ചു നിൽക്കുന്ന പിന്നാക്ക സമുദായക്കാരൻ കൂടിയായ കുറുബ സമുദായം, ഒരു പിന്നാക്ക സമുദായമാണ്. ഇപ്പോൾ കർണാടകത്തിൽ ലിംഗായത്തുകളുടെയും വൊക്കലിഗരുടെയും ഒരു കളിയാണ് കാണുന്നത്. ലിംഗായത്തുകൾ പൊതുവെ BJP-യുടെ കൂടെ നിൽക്കുന്നു, വൊക്കലിഗർ ജനതാദളിൻ്റെയും, അതായത് ഇപ്പോൾ ദേവഗൗഡയുടെ ജനതാദൾ സെക്യുലർ, കുറച്ച് പേര് കോൺഗ്രസിൻ്റെ കൂടെയും ഒക്കെ നിൽക്കുന്നു. അങ്ങനെ കാസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ പോലെയല്ല, കർണാടകത്തിൽ കുറച്ചുകൂടി രൂഢമൂലമാണ്. ബീഹാർ, ഉത്തർപ്രദേശ് മോഡലല്ല എങ്കിൽ പോലും ലിംഗായത്ത് വേഴ്സസ് വൊക്കലിഗ എന്ന ഒരു പോരാട്ടമുഖമുണ്ട്. അവിടെ വൊക്കലിഗ മുഖമായിരുന്നു ജനതാദളിൻ്റെ ഒരു ഫേസ് ആയ ദേവഗൗഡയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും. ഇപ്പോൾ അത് ലേശം ക്ഷയിച്ചിരിക്കുന്നു. ജനതാ പരിവാർ ലേശം പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ ഈ സെക്സ് സ്കാൻഡൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേവണ്ണയും, അത് ദേവഗൗഡയുടെ മകൻ രേവണ്ണയും കുമാരസ്വാമി, HD കുമാരസ്വാമിയും എല്ലാം സമ്മർദ്ദത്തിലാക്കി അവർ BJP പാളയത്തിൽ എത്തി നിൽക്കുന്നു, മുന്നണിയായി NDAയുടെ ഭാഗമായി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് അവിടെ സാമാന്യം തിളക്കമാർന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. അപ്പം വൊക്കലിഗരുടെ ഒരു നേതാവ് കൂടിയാണ് ഡി കെ ശിവകുമാർ. ഡി കെക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നിലവിൽ ഔപചാരികമായി PCCയുടെ അധ്യക്ഷനാണ്, അതുപോലെ ഉപമുഖ്യമന്ത്രിയാണ്, പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഓൾ ഇന്ത്യ ലെവലിൽ കോൺഗ്രസിൻ്റെ നിലവിലെ ഏറ്റവും വലിയ ഫണ്ട് റൈസറാണ്. കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന് ഫണ്ട് ലഭിക്കണമെങ്കിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഫണ്ട് കൊണ്ടുവരണമെങ്കിൽ ഇദ്ദേഹം കൂടെ കനിയണം, ഫണ്ട് റൈസ് ചെയ്യണം. അദ്ദേഹത്തിന് സ്വന്തമായി ഫണ്ട്സ് ഉണ്ട്. അദ്ദേഹം ഈ കംസ് ഫ്രം എ വെരി വെൽത്തി ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷേ അദ്ദേഹത്തിന് ഫണ്ട് റൈസ് ചെയ്യാനും കഴിയും. അതുപോലെ അശോക് ഗെഹ്ലോട്ട്
രാജസ്ഥാനിൽ എന്തുകൊണ്ട് ഗെഹ്ലോട്ടിനെ നിലനിർത്തി മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്നൊരു ഉത്തരം അവിടെ ഫണ്ട് റേസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു യുവ നേതാവായ സച്ചിൻ പൈലറ്റിനെ മാറ്റി നിർത്തിയത്. അതുകൊണ്ടാണ്. നോക്കൂ, കോൺഗ്രസ് ഈ DK ശിവകുമാറിൻ്റെ താരമൂല്യം തിരിച്ചറിയുന്നു. ഒന്ന്, താരമൂല്യം വലിയ ഒരു ഇതിഹാസ പുരുഷൻ തന്നെയാണ് വക്കലികളുടെ ഇടയിൽ. ദക്ഷിണ കർണാടക, മാണ്ഡ്യ റീജൻ, ഹസൻ റീജൻ, ബാംഗ്ലൂരിൻ്റെ സബർബൻ റീജൻ, അവിടെയൊക്കെ വലിയൊരു മുഖം തന്നെയാണ്. അവിടെ DK ശിവകുമാറിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിജയിച്ചു വരാൻ കോൺഗ്രസിനാവില്ല. ഒരു പാൻ കർണാടക ലെവലിൽ തന്നെയുണ്ട്. അതേപോലെ പ്രശസ്തനും അക്സെപ്റ്റബിളുമാണ് സിദ്ധാരാമയ്യ. അദ്ദേഹം പല പാർട്ടികൾ ടിപ്പിക്കൽ കോൺഗ്രസ്സുകാരെന്ന് പറയാനാവില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സായി. എൻ്റെ അവസാന കാലം ഇനി ഒരു അംഗത്തിന് ബാല്യം എനിക്കില്ല, അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രി പദവി തരണം എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കമാൻഡ് 2.5 വർഷം മുൻപ് 2023 ആദ്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയപ്പോൾ വളരെ ബുദ്ധിമുട്ട് 228 അംഗ നിയമസഭയിൽ ഒരു ഭൂരിപക്ഷം നേടിയെടുത്തത് ഈ രണ്ടുപേരും യോജിച്ച് നിന്നുകൊണ്ടാണ്. അബദ്ധ പ്രസ്താവനകളൊന്നും 2 ഗ്രൂപ്പായി നിൽക്കുമ്പോഴും അബദ്ധ പ്രസ്താവനകളിൽ നിന്നും രണ്ടുപേരും മാറി നിന്നു. ആ ഒരു ഗ്രേറ്റ്നസ് അവർ കാട്ടി അന്ന്. അതുമാത്രമല്ല, വലിയ തർക്കം DK ശിവകുമാറിൻ്റെ അനുയായികൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. കാരണം താരമൂല്യമുള്ള നേതാവ് DK ആണ്. കാരണം ഈ അങ്ങ് പറഞ്ഞതുപോലെ ഈ പവർ ഗെയിം കളിക്കാൻ മിടുക്കനാണ്. പവർ ഗെയിം രണ്ടുപേരും മിടുക്കനാണ്. പക്ഷേ അവിടെയും ഒരു പിന്നാക്ക സമുദായക്കാരനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ഒരു പോയിന്റ് ഹൈക്കമാൻഡ് കണ്ടു. പ്രായം അനുകൂലമാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു അലിഖിതമായൊരു നിയമമുണ്ട് എന്ന് നമുക്ക് സംശയിക്കാം. ആദ്യ 2.5 വർഷം, ആദ്യ ഊഴം. ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ പലപ്പോഴും പ്രസിഡന്റ് പദം വീതം വെക്കുമല്ലോ. ആദ്യ 2 വർഷം അല്ലെ 3 വർഷം അല്ലെ 2.5 വർഷം ആദ്യ ആൾ. പിന്നെ സാവകാശം മാറിക്കൊടുക്കുക. ആ ഒരു ധാരണ ഒരിക്കലും ഒരു കടലാസിൽ എഴുതി വാങ്ങുന്ന ഒരു പതിവില്ല കോൺഗ്രസിൻ്റെ. ഉണ്ടെങ്കിൽ തന്നെ അതിന് വിലയില്ല. അങ്ങനെ സിദ്ധാരാമയ്യയ്ക്ക് 2.5 വർഷം. ഈ 2.5 വർഷം കഴിയുമ്പോൾ ഉറപ്പായി ശിവകുമാർ തനിക്ക് അർഹതപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുമെന്ന് മുൻകൂട്ടി തന്നെ ഹൈക്കമാൻഡിന് അറിയാവുന്നതാണ്. അതെ, തീർച്ചയായും അതറിയാവുന്നതാണ്. അത് ഇടനിലനിന്ന ആളുകൾക്ക് അറിയാവുന്നതാണ്. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ അറിയാവുന്ന കാര്യമാണ്, അറിയാത്തതല്ല. പക്ഷേ അപ്പോഴും ഇപ്പോഴൊരു അധികാര കൈമാറ്റം ഉണ്ടായാൽ എങ്ങനെയാണ് പിന്നാക്ക സമുദായക്കാർ പ്രതികരിക്കുന്നത്? സിദ്ധാരാമയ്യ മാറിക്കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരു അഗ്ലി സിറ്റുവേഷൻ ഉണ്ടാകും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ശിവകുമാറിൻ്റെ അനുയായികൾ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. ശിവകുമാറിനെ എടുത്തേ പറ്റൂ, എടുക്കാതിരിക്കാൻ പറ്റില്ല, അത് നിർബന്ധമായി എടുത്തേ പറ്റൂ. കുറച്ച് പേര് ഡൽഹിക്ക് പോകുന്നു, ഹൈക്കമാൻഡിനെ സമ്മർദ്ദപ്പെടുന്നു എന്ന് വേണ്ട വലിയ രീതിയിലുള്ള ബഹളങ്ങൾ അവിടെ നടക്കുന്നു. അപ്പോഴാണ് ഹൈക്കമാൻഡ് പറഞ്ഞു, ശരി, നിങ്ങൾ രണ്ടുപേരും പോരെ, ഡൽഹിയിൽ വെച്ച് നമുക്ക് സംസാരിക്കാം. ഇനിയിപ്പോൾ MLA-മാരുടെ മുമ്പിൽ അവരെ പരേഡ് ചെയ്യുന്ന ഒരു നിലയിലാണ്. MLA-മാരെ പരേഡ് ചെയ്യുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. DK ശിവകുമാർ പറയുന്നു, ഒന്നൊന്നായി എടുത്ത് ചോദിച്ചാൽ അവർ എൻ്റെ കൂടെ നിൽക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഭരണകൂടത്തിനൊപ്പം നിൽക്കൂ. DK ശിവകുമാറിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്ന MLA-മാരെ ഒന്നൊന്നായി. ഇനിയും റിസോർട്ട് രാഷ്ട്രീയത്തിനും ഒക്കെ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇനി റിസോർട്ടിലെങ്ങാനും കൊണ്ടുപോയി വേറൊരു സംസ്ഥാനത്തിന് കൊണ്ടുപോകാനുള്ളത് രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാനയിലാണ് കൊണ്ടുപോകാനുള്ളത്. സാധാരണ എവിടെയെങ്കിലും പ്രശ്നം വരുമ്പോൾ രാജസ്ഥാനിൽ നിന്നുൾപ്പെടെ കോൺഗ്രസ്, മധ്യപ്രദേശിൽ നിന്നുൾപ്പെടെ കോൺഗ്രസ് MLA-മാരെ കൊണ്ടുവന്നിരുന്നത് ബാംഗ്ലൂരിലാണ്. അത് ചെയ്തിരുന്നത് DK ആണ്. ഇപ്പം DK ഇനിയിപ്പം തനിക്ക് പിന്തുണയുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ആളുകളെ കൊണ്ടുപോകേണ്ടി വരുമോ? സിദ്ധാരാമയ്യ കൊണ്ടുപോകുമോ? ആര് കൊണ്ടുപോകും? അതിനിടയിൽ ഭാരതീയ ജനതാ പാർട്ടി ഒന്നാന്തരം ചൂണ്ടയിട്ടിരിക്കുന്നു. കർണാടകത്തിൽ DKക്ക് സ്വാഗതം, DK ഞങ്ങൾ പിന്താങ്ങാം, പകുതി MLA-മാരെയും കൊണ്ടിങ്ങ് പോരെ, തങ്ങൾ തൽക്കാലത്തേക്ക് പിന്താങ്ങാം, മുഖ്യമന്ത്രി പദമാണ് വേണ്ടതെങ്കിൽ, മലയാളത്തിൽ പറയല്ലോ പണ്ടാരമടങ്ങാൻ മുഖ്യമന്ത്രി പദമാണ് വേണ്ടതെങ്കിൽ തങ്ങൾ പിന്തുണയ്ക്കാം എന്ന രീതിയിൽ പറയുന്നു. അതൊരു വലിയ ഓപ്പറേഷൻ താമരയുടെ അല്ലെ ഓപ്പറേഷൻ കമൽ ലോട്ടസ് അതിൻ്റെ വേറൊരു അധ്യായമാണോ കാണാൻ പോകുന്നത്? നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭയക്കാനേറെ കാര്യങ്ങളുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിൽ വലിയൊരു പ്രതീക്ഷയായിരുന്നു. അതെ, പല ആവർത്തി രാഹുൽ ഗാന്ധിയെ കാണാൻ സമയം ചോദിച്ചു. രാഹുൽ ഗാന്ധിക്ക് അപ്പോൾ ചൂണ്ടയിടാൻ പോകണം, അമേരിക്കയിൽ പോകണം, പലയിടത്തും പോകണം. ഇപ്പോഴും വിദേശത്താണ്. കാര്യത്തിന് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ കാണുന്നില്ല. ഹിമന്ത ബിശ്വ ശർമ്മ പല ആവർത്തി ഡൽഹിയിൽ ചെന്ന് രാഹുൽ ഗാന്ധിയെ കാണാനാവാതെ മടങ്ങി നേരെ ചെന്ന് BJP മടയിൽ കയറി അവിടെ രാജാവായി വാണരുളുന്നു. BJPയുടെ ഗോൾഡൻ ഐഡ് ബോയ് ആണ് ഇന്ന് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ
BJPയുടെ മുഖമാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അതുപോലെ തന്നെയല്ലേ ഈ മാധവറാവ് സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ ഗ്വാളിയർ മേഖല, ആ ഗുണ മേഖല, ഇവിടെയൊക്കെ വലിയ സ്വാധീനമുള്ള മധ്യപ്രദേശിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ ഉഗ്രൻ സ്വാധീനമുള്ള രാജകുടുംബാംഗമായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയെ ഒരു വലിയ സ്വർണ്ണമുട്ടയിടുന്ന ധാരാവിനെയൊക്കെ കളയുക എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. സച്ചിൻ പൈലറ്റിനെ ഇപ്പോൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്ന് മാത്രം രാജസ്ഥാനിൽ. അതുപോലെ വളരെ പണ്ട് തന്നെ മമതാ ബാനർജിയെ നഷ്ടപ്പെടുത്തിയില്ലേ, ശരത് പവാറിനെ നഷ്ടപ്പെടുത്തിയില്ലേ, എന്തിന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആന്ധ്രയിലെ ഏറ്റവും ജനകീയനായ നേതാവ്, കോൺഗ്രസ് നേതാവ് YS രാജശേഖർ റെഡ്ഡിയുടെ മകൻ നഷ്ടപ്പെടുത്തിയില്ലേ. അപ്പോൾ ഇത് ജഗൻമോഹൻ റെഡ്ഡിയൊക്കെ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനമാണ്, കോൺഗ്രസിനെ അടിയുറച്ചു നിന്ന ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനമാണ് നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് ഗാന്ധി നെഹ്റു ഫാമിലി എന്ന ഹൈക്കമാൻഡിനെ നഷ്ടപ്പെടുത്തലിൻ്റെ വേണ്ട സമയത്തൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോകുന്നതിൻ്റെ ഒരു വലിയ കുറവുണ്ട്. ഇതേ സംഭവം കർണാടകത്തിൽ നടക്കുമോ? ഇപ്പോൾ സമയം ചോദിച്ചിരിക്കുകയാണ്. അതായത് പല ആവർത്തി ശ്രീ രാഹുൽ ഗാന്ധിയെ കാണണം എന്ന് DK ശിവകുമാർ ആഗ്രഹം പറഞ്ഞു. രാഹുൽ ഗാന്ധി ഭാഗ്യത്തിനൊരു വിദേശത്ത് പോകുന്നതിന് മുമ്പ് ഒരു മെയിൽ അയച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു SMS അല്ലോ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടാണ് പോയത്. പ്ലീസ് വെയിറ്റ്, ഐ വിൽ കോൾ യു. ഓൺലൈൻ പ്ലീസ് വെയിറ്റ്, ഐ വിൽ കോൾ യു. തൽക്കാലം ഒന്ന് ക്ഷമിക്കൂ, ഞാൻ വന്നിട്ട് വിളിക്കാം, അത്രയെങ്കിലും പറഞ്ഞു. എത്ര കാലം ആ മെസ്സേജിൻ്റെ ബലത്തിൽ മാത്രം പോകും? ഇപ്പോൾ സോണിയാഗാന്ധിയെ കാണണമെന്ന് DK ശിവകുമാർ ആഗ്രഹിക്കുകയാണ്. സോണിയാഗാന്ധിയുമായി ഒരു വ്യക്തിപരമായ ഇക്വേഷൻ DK ശിവകുമാറിനുണ്ട്. എക്കാലത്തും ഗാന്ധി നെഹ്റു ഫാമിലിയോടൊപ്പം നിന്നയാളാണ്. മാത്രമല്ല DKയുടെ പ്രതികരണങ്ങൾക്ക് എപ്പോഴും ഒരു മാന്യതയുണ്ട്, വഴിവിട്ട പ്രതികരണങ്ങളില്ല. ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്ന മെഷർ റെസ്പോൺസാണ്. വാക്കിന് വില കൽപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെന്താണ് വാക്കെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആ വാക്ക്. അതൊരു പൊതുയോഗത്തിൽ ഇപ്പോൾ DK ശിവകുമാർ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നിൽ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനർത്ഥം എന്താ? DK വാണ്ട്സ് ടു ബി ദ ചീഫ് മിനിസ്റ്റർ, സപ്പോർട്ടേഴ്സ് വാണ്ട് DK ടു ബി ദ ചീഫ് മിനിസ്റ്റർ. മാത്രമല്ല കർണാടകത്തിൽ BJPയെ ഒതുക്കുന്നതിന് അല്ലെ തളയ്ക്കുന്നതിന് പറ്റുന്ന ഉഗ്രമായ മുഖം ശിവകുമാറിന്. അതേ ശിവകുമാർ BJP പാളയത്തിലേക്ക് ചേക്കേറിയാൽ, ഏതെങ്കിലും കാരണവശാൽ ഒക്കലിംഗ ലിംഗായത്ത് ഐക്യം കർണാടകയിൽ BJPയുടെ നേതൃത്വത്തിൽ ഉണ്ടായാൽ മറ്റെല്ലാ സമുദായങ്ങളും എത്ര ശ്രമിച്ചാലും അതിന് BJP തകർക്കാനാവില്ല. പക്ഷേ BJP ദുർബലമാണ് കർണാടകത്തിൽ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിലെയോ ബീഹാറിലെയോ പോലെ അല്ല. കർണാടകത്തിലെ BJP നേതാക്കളിൽ പലരും വലിയ അഴിമതി കേസുകൾ നേരിടുന്നു. അതുകൊണ്ട് ഇമേജ് ലേശം മറ്റ് സംസ്ഥാനങ്ങളിൽ നല്ല തിളങ്ങുന്ന പ്രതിച്ഛായയാണ്. ശിവരാജ് സിംഗ് ചൗഹാനൊക്കെ ഉൾപ്പെടെ ഇപ്പോൾ വ്യാപം അഴിമതി കേസൊക്കെ വന്നിട്ട് പോലും മുഖ്യമന്ത്രിയൊക്കെ തിളങ്ങി നിൽക്കുകയാണ്. മിക്ക BJP മുഖ്യമന്ത്രിമാരും തിളക്കമുള്ള വ്യക്തിത്വങ്ങളാണ്, തിളങ്ങി നിൽക്കുകയാണ്. അവരുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് അഴിമതി രഹിത പ്രതിച്ഛായ അത് BJPയുടെ കർണാടകത്തിലെ നേതൃത്വത്തിന് ഇല്ല. യെദ്യൂരപ്പയ്ക്ക് ഉൾപ്പെടെ അതില്ല. അവിടെ കോൺഗ്രസിൻ്റെ ആ ഒരു മേധാവിത്വം, കോൺഗ്രസിന് മുൻപ് കറക്റ്റ് മുഖങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ DKക്കെതിരെ എത്ര ആരോപണങ്ങൾ വരുമ്പോഴും BJP നിരന്തരം ശ്രമിച്ചു DK ശിവകുമാറിൻ്റെ ഫൈനാൻഷ്യൽ സോഴ്സിനെ തകർക്കാൻ. ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എളുപ്പമാർഗ്ഗം അളമുട്ടിയാൽ മറ്റൊന്നും ചെയ്യാനില്ല. കണ്ണീരോടുകൂടി ഒരു മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞു, എനിക്ക് നിവൃത്തിയില്ല, എനിക്ക് BJPയിൽ പോയേ പറ്റൂ, എനിക്ക് ജീവിച്ചു പോകണം. ഒരു മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് പറഞ്ഞതെന്ന് ഓർക്കണം. അതുപോലെ DK ശിവകുമാർ കണ്ണീരോടുകൂടി BJPയിലേക്ക് പോകേണ്ട അവസ്ഥ കോൺഗ്രസ്സുകാർ തന്നെ വരുത്തി വയ്ക്കുമോ? ഇതാണ് ചോദ്യം. അതാണ് അങ്ങ് പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഒരിക്കലും ഇളകാത്തൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുവാൻ BJPക്ക് സാധിക്കും. ഒപ്പം തന്നെ വളരെ നല്ല ഇമേജുള്ളൊരു നേതാവിനെ അവർക്ക് കിട്ടും. കൃത്യമായി പ്രൊജക്റ്റ് ചെയ്ത് അവർക്ക് വളരെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കും. BJPക്ക് ഒരു മടിയുമില്ല. കോൺഗ്രസിൽ നിന്നും വരുന്ന വലിയ നേതാക്കളെ കണ്ണായ സ്ഥലങ്ങളിൽ ഇരുത്തുന്നതിന് ഒരു മടിയുമുള്ള പാർട്ടി അല്ല. അതാണ് മെയ്വഴക്കം. അമിത്ഷായും നരേന്ദ്രമോദിയോ കൊണ്ടുവരുന്ന ഒരു പ്രാക്ടിക്കൽ ആംഗിളുണ്ട്. ആസാമിൽ വേണമെങ്കിൽ BJP വളർത്തിയെടുത്ത ഒരാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുത്താമായിരുന്നു. അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. അവിടെ ഹിമന്ത ബിശ്വ ശർമ്മയെ മുന്നിൽ നിർത്തി തന്നെയാണ് കളിച്ചത്. ബംഗാളിലും പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ആൾ സുവേന്ദു അധികാരി, പല പാർട്ടികൾ മാറി വന്നതല്ലേ. ഇതെല്ലാം തന്നെ BJPക്ക് സാധിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് BJPയുടെ വളർച്ച വോട്ട് ചോരി മാത്രം കൊണ്ടല്ല, അത് കോൺഗ്രസിൻ്റെ ആരോപണമാണ്. മറുപക്ഷത്തെ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ്, സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഓൾ കൈൻഡ്സ് ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ ആക്ഷൻ ഇൻ BJP ക്യാമ്പ്. അവിടെ കോൺഗ്രസിൻ്റെ തന്ത്രശാലി, ഏറ്റവും തന്ത്രശാലിയായ ഫണ്ട് റൈസറായ സാമാന്യം ജനകീയ മുഖമുള്ള DK ശിവകുമാറിനെ നഷ്ടപ്പെടുത്താനാവുമോ? അതാണ് ചോദ്യം.
അതാണ് തീർച്ചയായിട്ടും അത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് സാർ അങ്ങ് പറഞ്ഞത്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് പിന്നെ അവിടെയും ഒരു തകർച്ചയാണ് നേരിടേണ്ടി വരിക. 18 സംസ്ഥാനങ്ങളിൽ മുൻ കോൺഗ്രസ് ഒരു സമയത്ത് അധികാരത്തിലിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള കാലത്ത്. ഇപ്പോൾ കേവലം 3 സംസ്ഥാനങ്ങളാണ്. അതിൽ തന്നെ സാമാന്യം വലിപ്പമുള്ള സംസ്ഥാനം കർണാടക മാത്രമല്ലേ ഉള്ളൂ. ഹിമാചൽ പ്രദേശ് എത്ര ചെറുതാണ്. തെലങ്കാന അവശിഷ്ട ആന്ധ്രയുടെ ഒരു ഭാഗം അല്ലേ. അപ്പോൾ അവിടെയൊക്കെ മാത്രം ക്ലൗട്ട് കൊണ്ട് കേരളത്തിൽ ഒരുപക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന് മുഖ്യമന്ത്രി പദത്തിലെത്താമെന്ന് കോൺഗ്രസ് കരുതുന്നു. അപ്പോഴും മുന്നണിയാണ്. കർണാടക കൈവിടാനാവില്ല. അനുകൂല സാഹചര്യം കോൺഗ്രസിന് ഇപ്പോൾ അനുകൂല സാഹചര്യവുമാണ് എന്ന് പറഞ്ഞാൽ BJP വലിയ വെല്ലുവിളിയൊന്നും ഉയർത്തുന്നില്ല. ഓപ്പറേഷൻ കമലൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ തക്ക ഒരു നേതൃത്വവും BJPക്ക് അവിടെ ആ രൂപത്തിലില്ല എന്ന് ഓർക്കണം. അതെ തീർച്ചയായിട്ടും. എന്തായാലും ഒരു ഹിമന്ത ബിശ്വ ശർമ്മ ഇൻ മേക്കിംഗ് കർണാടകത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നതെന്ന് തോന്നുന്നു. ആ രൂപത്തിലല്ല വരുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയെ പോലെ അല്ല ശിവകുമാർ എന്നതാണ് ഇതുവരെ വിശ്വസ്തതയ്ക്ക് ലേശം പോലും മങ്ങൽ ഏൽപ്പിച്ചിട്ടില്ല. അദ്ദേഹം മെഷേർഡ് റെസ്പോൺസാണ്. വലിയ ചെളിവാരി എറിയലോ വ്യക്തിഹത്യ നടത്തലോ തരം കിട്ടുമ്പോഴെല്ലാം ചാടിപ്പോവുകയോ ചെയ്തൊരു പാരമ്പര്യം DKക്ക് ഇല്ല എന്നോർക്കണം. അതുകൊണ്ട് DKയുടെ ആ ഒരു ക്രെഡിബിലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ DKയെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഹൈക്കമാൻഡ് നോക്കും. 5 വർഷം, ഇപ്പോൾ ഒരുപക്ഷെ 2.5 വർഷം. ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചപ്പോൾ ഉടനെ അങ്ങ് സിദ്ധാരാമയെ തല്ലിപ്പറഞ്ഞ് വിടണ്ട, ഒരുപക്ഷെ 1/2 വർഷം കഴിഞ്ഞ് 3 വർഷം ഇരിക്കട്ടെ. ആരും ശ്രദ്ധിക്കാത്തൊരു സമയത്ത് പെട്ടെന്ന് നാടകീയമായ ഒരു മാറ്റം, അത് സിദ്ധാരാമയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞാൽ സുഗമമായ അടുത്ത 2 വർഷം, ഒരു 1/2 വർഷം വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് 2 വർഷം DK ശിവകുമാറിന് ലഭിക്കത്തക്ക രീതിയിൽ സാധിക്കുമോ എന്ന ഒരു ചിന്ത കോൺഗ്രസിനുള്ളിലുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ സാർ, ഈ സിദ്ധരാമയ്യയുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഈ ഒരു നെഗോസിയേഷന് തയ്യാറായി താൻ മാറി കൊടുക്കാനുള്ള സാധ്യത എങ്ങനെയാണ് അദ്ദേഹത്തിന് ആവശ്യത്തിന് അവസരം കിട്ടിയതല്ല. മുൻപ് മുഖ്യമന്ത്രിയായതാണ്, ഇപ്പോഴും മുഖ്യമന്ത്രിയാണ്. പക്ഷേ DK ശിവകുമാറിന് ന്യായമായ ഒരു അവസരമുണ്ട്. കാരണം ജയിപ്പിച്ചെടുക്കാൻ ഈ രാമലക്ഷ്മണന്മാരെ പോലെ ഒരുമിച്ച് നിന്നതാണ്, കളങ്കമില്ലാതെ നിന്നതാണ്. 2 ഗ്രൂപ്പായി നിൽക്കുമ്പോഴും വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ പോലും അവിടെ പിന്നിൽ നിന്ന് കുത്തിയ ഒരു ചരിത്രം DKയ്ക്കില്ല. പാലം വലിച്ച ചരിത്രമില്ല. കേരളത്തിലെ കോൺഗ്രസിനേക്കാൾ അക്കാര്യത്തിൽ കർണാടകത്തിലെ കോൺഗ്രസിന് ഒരു മെറിറ്റുണ്ട്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ പലപ്പോഴും കല്ലുവെച്ച പല വർത്തമാനങ്ങളും പറഞ്ഞ് സ്വയം പരിഹാസ്യരാകുമ്പോൾ കർണാടകത്തിൽ അങ്ങനെയല്ല. ആ ഒരു മെച്ചം. വേറൊരു കാര്യം കൂടിയില്ലേ സാർ, ഈ കർണാടകത്തിൻ്റെ എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ തന്നെ കോൺഗ്രസ് എവിടെയൊക്കെ ശക്തമായി നിലനിൽക്കുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ ഒരു പ്രഭാവം ചെലുത്താൻ കഴിയുന്ന നേതാവ് കൂടിയല്ലേ DK? തീർച്ചയായിട്ടും. ഇവിടെ വേറൊരിടത്ത് പ്രശ്നം വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് മറ്റൊരു സംസ്ഥാനത്ത് ഭരണത്തിലുണ്ടെങ്കിലും ഇനി അല്ല പ്രതിപക്ഷത്താണെങ്കിലും തന്ത്രങ്ങൾ മെനയാനും ഓടിയെത്താനും ഫണ്ട് എത്തിക്കാനും കഴിയുന്ന ഒരു വലിയ, അതാണ് പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ് DK ശിവകുമാർ. ആ വലിപ്പം, ആ കണക്കിൽ ഒരു പാൻ ഇന്ത്യ പ്രതിച്ഛായ സിദ്ധാരാമയ്യക്കില്ല. കർണാടകക്കുള്ളിൽ നല്ല സ്വാധീനമുണ്ട്, ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. പിന്നാക്ക വിഭാഗക്കാരുടെ ഒരു പിന്തുണ, അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് 6% താഴെ വോട്ട് മാത്രമേ ഉള്ളൂ. അത് വലിയ നിർണായകമാണെന്ന് പറയാനാവില്ല. പക്ഷേ അതിനേക്കാൾ വമ്പൻ സമുദായങ്ങളല്ലേ ഒക്കലിഗരും ലിംഗായത്തുകളും. അപ്പോൾ അത് സാരമില്ല. പക്ഷേ തൽക്കാലം OBC ഇപ്പം പിന്നാക്കക്കാരനായ ഒരു മുഖ്യമന്ത്രിയെ മാറ്റി എന്നൊരു പേരുദോഷം അല്ല എങ്കിൽ ഇപ്പോൾ പരമേശ്വര വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. തനിക്കും ഇപ്പോൾ മുൻ BCC പ്രസിഡന്റാണ്, മന്ത്രിയാണ്. പരമേശ്വര വന്നിരിക്കുന്നു. എനിക്കും ഒരാഗ്രഹമുണ്ട് മുഖ്യമന്ത്രി പദം, താൻ സീനിയർ ആളാണ്, എനിക്കും ആഗ്രഹമുണ്ട്. ഇനി ഒരുപക്ഷെ ചില കേന്ദ്രങ്ങളിലെങ്കിലും പറയുന്നു സാക്ഷാൽ മല്ലികാർജുൻ ഖാർഗെ AICC പ്രസിഡന്റാണ്, അദ്ദേഹത്തിന് ഒരിക്കലും മുഖ്യമന്ത്രിയാകാൻ സാധിച്ചിട്ടില്ല, അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ടാവും എന്ന് ചിലർ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പ്രിയങ്ക് ഖാർഗെ തന്നെ അത് പറഞ്ഞു, ഒരിക്കലും ഉണ്ടാവില്ല എൻ്റെ പിതാവ് ഇങ്ങോട്ട് വരാൻ, ഈ ചക്രവർത്തി പോരാട്ടത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, നടക്കില്ല. ഇപ്പം നല്ല നിലയിലാണ്, ഡൽഹിയിലാണ്, ഒന്നുമില്ലെങ്കിൽ AICC പ്രസിഡൻ്റാണ്. അപ്പോൾ ഗാന്ധി നെഹ്റു ഒക്കെ ഇരുന്ന കസേറയിൽ ഇരിക്കുന്ന ആളാണ് ഇപ്പോൾ. അതുകൊണ്ട് ഒരു പക്ഷേ ഒരു അമിക്കബിൾ ഫോർമുല കണ്ടെത്താൻ കഴിയുകയും DK തൽക്കാലത്തേക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കുകയും സിദ്ധാരാമയ്യയുടെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം സമയം കൊടുക്കുകയും അവസാന പാദത്തിലെങ്കിലും DKയ്ക്ക് അർഹതപ്പെട്ട, കോൺഗ്രസ്സുകാർ പറയുന്നു അർഹതപ്പെട്ടത്, DKയുടെ പിന്തുണക്കാരും നിഷ്പക്ഷരും പറയുന്നു അദ്ദേഹത്തിന് ഒരു ടേം കൊടുക്കുന്നതിൽ തെറ്റില്ല. പ്രത്യേക സാഹചര്യത്തിൽ, കർണാടകത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷേ നാളുകളിൽ ഇനി കർണാടകത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ഇല്ലാതെ പോയാലോ, അതുകൊണ്ട് DKയ്ക്ക് നെവർ എന്ന ചിന്തയുമുണ്ട്. അല്ല എങ്കിൽ DKയ്ക്ക് സാധിക്കണം 5 വർഷം പിടിച്ചു നിൽക്കുകയും അടുത്ത പ്രാവശ്യം DK എന്ന മുഖം മാത്രം കാട്ടിക്കൊണ്ട് കർണാടകത്തിലെ കോൺഗ്രസ് മത്സരിക്കുകയും BJP പരാജയപ്പെടുത്തിക്കൊണ്ട് തുടർ ഭരണത്തിലെത്തുകയും ചെയ്താൽ ഓക്കെ.
അത്രയും കാര്യങ്ങൾ മുൻകൂട്ടി ചിന്തിക്കാൻ രാഷ്ട്രീയത്തിൽ 2.5 വർഷമെന്ന് പറയുന്ന ഒരു യുഗം പോലെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഡി കെ ഒന്നുകൂടി സമ്മർദ്ദം ചെലുത്താനാണ് സാധ്യത. തീർച്ചയായിട്ടും വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഡോക്ടർ മോഹൻ വർഗീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള ക്രൈസിസ് മാനേജറാണ്, ഫണ്ട് റൈസറാണ്, സംഘാടകനാണ് ഡി കെ ശിവകുമാർ. ഡി കെ ശിവകുമാറിന് അർഹതപ്പെട്ടതുമാണ് കർണാടകയിലെ ചീഫ് മിനിസ്റ്റർ പദവി. അവിടേക്ക് അദ്ദേഹം ക്ലെയിം ഉന്നയിക്കുകയാണ്. ഇതുവരെയും അദ്ദേഹം മോശപ്പെട്ട ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല, പ്രസ്താവന നടത്തിയിട്ടില്ല, നീക്കങ്ങൾ പോലും നടത്തിയിട്ടില്ല. അത്രയും മാന്യമായി നീക്കം നടത്തുന്ന ഡി കെ ശിവകുമാറിനെ മാന്യമായി ഹാൻഡിൽ ചെയ്യുവാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയേണ്ടിയിരിക്കുന്നു. കാരണം അവർ ഒരു ഡിക്ലൈനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തകർച്ചയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സിന് ഒരല്പമെങ്കിലും കോൺഗ്രസ് അണികൾക്ക് മുന്നിൽ ഞങ്ങൾക്ക് മാന്യതയുണ്ട്, ഞങ്ങൾക്ക് കരുത്തുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായി ചിന്തിക്കുവാൻ കഴിയുന്ന തലച്ചോറുണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത കൂടിയുണ്ട്. ഇവിടെ ഡി കെ ശിവകുമാർ ഇതുവരെ കോൺഗ്രസ്സിന് നൽകിയ സംഭാവനകൾക്കുള്ള ഒരു പരിഗണന കൂടിയാകണം എന്നുള്ളതാണ് നിഷ്പക്ഷരായിട്ടുള്ള കോൺഗ്രസ്സുകാരും ഡി കെ പിന്തുണയ്ക്കുന്നവർ മാത്രമല്ല, നിഷ്പക്ഷരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ വിശ്വസിക്കുന്നത്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.